ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, സായി കൃഷ്ണ, അതായത് സീക്രട്ട് ഏജന്റ്, വിവി ഹിയർ, ആരവ്, ശാലു പെയ്യാട്, ഇങ്ങനെ കുറേ സാധനങ്ങൾ യൂട്യൂബിൽ കത്തി കയറി നിൽക്കുകയാണെന്ന് എനിക്കറിയാം. ആൻഡ് ഇന്നലെ ഉണ്ടായിരുന്ന സീക്രട്ട് ഏജന്റിൻ്റെയും അത് കഴിഞ്ഞ് വിവിയുടെയും എക്സ്പ്ലനേഷൻസിൽ പറഞ്ഞിട്ടുള്ള വോയിസ് ക്ലിപ്പ്, അതാണ് എക്സ്ക്ലൂസീവായിട്ട് ഇന്ന് നമ്മളിവിടെ നിങ്ങളെ കേൾപ്പിക്കാനായിട്ട് പോകുന്നത്. സോ വെൽക്കം ടു ആൻറ്റപ്പൻ ടോക്കീസ് ആൻഡ് ദിസ് ഇസ് ആർ ജെ ആൻറ്റപ്പൻ. അപ്പോൾ ഗൈസ്, എന്തായാലും ഒന്നും കൂടെ വെൽക്കം ചെയ്യുകയാണ്. എനിക്കറിയാം ഞാനൊരു 5 ദിവസം 6 ദിവസത്തെ ഗ്യാപ്പൊക്കെ കഴിഞ്ഞാണ് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞതിന് മുന്നത്തെ എൻ്റെ ഒരു വീഡിയോ ഒരിച്ചിരി എയറിൽ കയറി എന്ന് പറഞ്ഞിട്ട് ഞാൻ മുങ്ങി എന്നൊക്കെയാണ് പലരും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ മുങ്ങിയൊന്നുമല്ല, ഇവിടെ ആക്ച്വലി വീട്ടിൽ വർക്ക് കാര്യങ്ങളെല്ലാം നടക്കുമായിരുന്നു. എൻ്റെ ഇൻസ്റ്റ ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഞാൻ അതിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം മൊത്തം ഇവിടെ ഇരുന്ന് വീഡിയോ എടുക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തിലായിരുന്നില്ല. മൊത്തം സീനായിരുന്നു, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വൻ വിഷയങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാനൊരു ചെറിയൊരു എക്സ്പ്ലനേഷൻ തരാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ബിഗ് ബോസ് സമയത്ത് ഭയങ്കര വൈറലാവുകയും ഒരുപാട് പേർക്ക് ഇഷ്ടമുണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കരിയറിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നു. ആൻഡ് കുറച്ച് കാലം ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി ഒന്ന് മാറി നിൽക്കുക തന്നെയായിരുന്നു. ഇപ്പോൾ പുള്ളി തിരിച്ചു വരുന്നതിൻ്റെ ഒരു ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്ന പോലത്തെ സംഭവങ്ങളാണ് അല്ലേ. അപ്പോൾ പുള്ളി പല കാര്യങ്ങൾക്കും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പല കാര്യങ്ങളും ഇങ്ങനെ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പല കാര്യങ്ങളെക്കുറിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോസ് ഒന്നും കണ്ടിട്ട് എനിക്കൊരു തേങ്ങയും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ എന്തായാലും അതിൻ്റെ ഒപ്പം തന്നെ ഈ പറയുന്ന പോലെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ, ഞാനിപ്പോൾ ഏത് വിളിക്കണമെന്ന് അറിയില്ല, കാരണം പുള്ളിയുടെ വീഡിയോസ് കാണാറുള്ള ഒരാളാണ് ഞാൻ. അതിലാണെങ്കിലും ഈ പറയുന്ന പോലെ തന്നെ ചില സമയത്ത് പറയും എൻ്റെ ഉള്ളിലെ സീക്രട്ട് ഏജന്റിനെ വെറുതെ പുറത്തേക്ക് ഇറക്കരുത് എന്നുള്ള സാധനമൊക്കെ പറയും. ബിഗ് ബോസ് ഇരുന്നപ്പോൾ ഇനി സീക്രട്ട് ഏജന്റ് ആവൂല, സായി കൃഷ്ണൻ ആവണമെന്നും പറഞ്ഞൊരാളാണ്. അപ്പോൾ അതൊക്കെ പുള്ളിയുടെ ഇഷ്ടം അല്ലേ. അപ്പോൾ ആ സായി കൃഷ്ണ അല്ലെങ്കിൽ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ആളും വിവിയെക്കുറിച്ചും വിവി ഹിയർ എന്ന് പറയുന്ന ആളെക്കുറിച്ചും ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയമായിട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഫ്സൽ ജാസ്മിൻ റിലേറ്റഡ് ആയിട്ടുള്ള വിഷയത്തിൽ ഞാനൊന്ന് എയറിൽ കയറിയ സമയത്ത് പലരും കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. അതായത് ഞാൻ വിവി പറയുന്ന കേട്ട് വിവി എന്നെ ഉപദേശിച്ചപ്പോഴേക്കും വോയിസ് ക്ലിപ്പ് സംഭവങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ചതിൻ്റെ ബേസിലൊക്കെ ഞാൻ മാറ്റി പറഞ്ഞതാണ്, അല്ല എന്താണ് വിവിയെ പേടിച്ച് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഒരുപാട് കമൻറ്റുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വിവി ഏജൻ്റാണ് ഞാനെന്നൊക്കെ പറഞ്ഞ് എനിക്ക് കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം വിവിക്കെതിരെ കുറേ കാര്യങ്ങൾ ആക്ച്വലി നമ്മുടെ സായി കൃഷ്ണ പറഞ്ഞിട്ടുണ്ട്. വിവിക്കെതിരെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിലൊക്കെ ഇത് സത്യത്തിൽ ഒരുമാതിരി പരിപാടി പോലത്തെ ഒരു സാധനമാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടുമൊക്കെ ഫോണിൽ സംസാരിക്കും. എന്നിട്ട് ഈ വോയിസ് ക്ലിപ്പ് എടുത്ത് അവിടെ പുറത്ത് വിട്ട് അപ്പുറത്തെ വോയിസ് ക്ലിപ്പ് എടുത്ത് ഇവിടെ പുറത്ത് വിട്ട് അങ്ങനത്തെ കുറേ സാധനമാണ്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ സായി കൃഷ്ണ ഇപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതും വിവി സംസാരിച്ചു, വിവിയുടെ കയ്യിലും ഉണ്ടെന്ന് പറഞ്ഞ വോയിസ് ക്ലിപ്പ് ഞാൻ പുറത്തേക്ക് വിടട്ടെ, കേൾപ്പിക്കട്ടെ. എക്സ്ക്ലൂസീവാണ്, പ്ലേ ചെയ്യാം. എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു വോയിസ് ക്ലിപ്പ് ഇല്ല. കാര്യം ഞാൻ ഇതെന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും ഇനി ഇവരെന്തു പറഞ്ഞു എന്നുള്ള ഒരു ആകാംക്ഷയിലാണ്. അല്ലെങ്കിൽ എന്താണ് പറഞ്ഞിട്ടുണ്ടാവും, വിവി എന്ത് പറഞ്ഞു, സായി കൃഷ്ണൻ എന്ത് പറഞ്ഞു, ഇതിൻ്റെ ഇടയിലുള്ള സംഭവം എന്താണ്, ഇതറിയാനുള്ളൊരു ത്വരയാണ്. നമുക്ക് എല്ലാവർക്കും ഇതാണ് പ്രശ്നം. ഞാൻ അടക്കമുള്ളവരെയാണ് പറയുന്നത് കേട്ടോ. അതായത് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് തുരന്നു കയറി അതിൻ്റെ ഉള്ളിലുള്ള കുൽസിത പ്രവർത്തനങ്ങൾ കാര്യങ്ങളൊക്കെ അറിയുക, എന്നിട്ട് താഴെ കമൻറ്റ് സൈഡിൽ പോയിട്ട് കമൻറ്റ് ബോക്സുകളിൽ പോയിട്ട് ഒരു ബന്ധമില്ലാത്ത എൻ്റെ ദൈവമേ, ഞാൻ ഈ അഫ്സൽ ജാസ്മിൻ വിഷയത്തിൽ ഒരു തിരുത്തൽ വീഡിയോ ഇട്ടതിൻ്റെ താഴെ പോയിട്ടാണെന്നുണ്ടെങ്കിലും ജാസ്മിനും അഫ്സൽ ഇതൊരു ഗ്യാങ് വാർ പോലെയാണ്. രണ്ടുപേരും അങ്ങോട്ട് ഇരുന്നിട്ട് വെച്ചലക്കി ഗ്യാങ് ബാങ് എന്ന് പറഞ്ഞല്ലേ, എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ കടന്നിട്ട് അടിയാണ്. എന്നെയും പറയും ചിലർ വന്ന് എന്നെ തെറി പറയും, ചിലർ വന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യും, ചിലർ വന്നിട്ട് ഈ പറയുന്ന പോലെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യും. ഇതാണ് ഇന്ന് യൂട്യൂബിൽ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മെയിൻ സംഭവങ്ങളൊക്കെ. അപ്പം ഞാൻ യൂട്യൂബിലേക്ക് മാറിയത്, അതായത് ആർജിങ് ജീവിതത്തിൽ ഇരുന്നപ്പോൾ നല്ല പേരുണ്ടായിരുന്നതാണ്. യൂട്യൂബിലേക്ക് കയറിയതും ഈ പറയുന്ന പോലെ തന്നെ നൊണയൻ ആൻറ്റപ്പൻ എന്നുള്ളൊരു പേരിലേക്ക് ഞാൻ കുറേ പേര് താഴെ പറയുന്നത് കണ്ടു. എന്തായാലും DM വന്നു കേട്ടോ. എനിക്ക് ഇങ്ങനെ പേഴ്സണലി നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞിട്ട് ഇപ്പം നിന്നെ നൊണയെന്നാണല്ലോ വിളിക്കണമെന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ ഇപ്പോൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ മുമ്പ് RJ എന്നുള്ള രീതിയിൽ ഇവിടെ കുറച്ച് പേർക്കൊക്കെ എന്നെ അറിയാവുന്നതായിരുന്നു.
അപ്പോൾ ഇപ്പോൾ പലരും എന്നെ ഇങ്ങനെ ഈ ചേട്ടനല്ലേ ആ നുണ പറഞ്ഞ ചേട്ടൻ എന്നുള്ള രീതിയിൽ നോക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നമുക്കിപ്പോൾ വലിയ മീഡിയസിൽ തന്നെ നമ്മൾ കിട്ടുന്ന ഇൻഫോർമേഷൻസ് ചിലപ്പോൾ നമ്മൾ വിശ്വസിക്കാവുന്ന ഒരു സോഴ്സിൽ നിന്നാവുമ്പോൾ അത് ആ രീതിയിൽ തന്നെ നമ്മളത് ചെയ്യും. ആൻഡ് അതിലൊരു എറർ വന്നിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിനെ തിരുത്തി അതിലെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെയും എൻ്റെ തിരുത്തൽ വീഡിയോയിനെ പല രീതിയിൽ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നതൊക്കെയാണ് ഞാൻ കണ്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതേ അല്ല പിന്നീട് അവന്മാർ എന്നെ ട്രോളാനായിട്ട് എടുത്തിട്ട് വന്നത്. ബട്ട് എനിവേസ് എനിക്ക് അതിൽ പിന്നീട് റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയില്ല. ഞാനത് അവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് അഫ്സലിനോടും ഈ പറയുന്ന പോലെ തന്നെ എൻ്റെ ഇൻഫോർമേഷൻ എനിക്ക് തന്നിട്ടുണ്ടായിരുന്ന ആൾക്കാരോടും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് ഈ കഞ്ഞി വിഷയത്തിൽ ഞാൻ ഇനി ഇടപെടൂല, എനിക്കിനി വേണം. സോറി ഗൈസ്, ഇൻ ബിറ്റ്വീൻ കാർഡ് ഫുള്ളായിട്ട് ഒന്ന് സ്റ്റോപ്പായി. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, അതായത് ഈ പറയുന്ന പോലെ ആ വിഷയത്തിൽ ഞാൻ ഇടപെടില്ല എന്നുള്ളതും ഞാൻ എടുത്തിട്ടുള്ള ഒരു ഡിസിഷനാണ്. പിന്നെ പലരും എന്നെ ആക്കിക്കൊണ്ടും ഈ ഫോട്ടോയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടും ഒക്കെ കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ചില വാക്ക് പ്രയോഗങ്ങൾ നമ്മൾ ബാഡ് സെൻസിലല്ല പറയുന്നത്, ചില കാര്യങ്ങളെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എനിക്ക് എൻ്റെ വീഡിയോസിലൂടെ ഒരാളെ തെറി പറയണമെന്ന് 1% പോലും ആഗ്രഹമില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ ഞാനൊരു മനുഷ്യനാണ്, നമ്മൾ ഹ്യൂമൻ. ഞാൻ എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല. ചിലപ്പോൾ ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ ചില വാക്പ്രയോഗങ്ങളിലൂടെയൊക്കെ അത് ചെയ്തേക്കാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് പ്രവൃത്തിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, പിന്നെ എനിക്കത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് വയ്യ. എനിവേസ്, ഇത് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൈബർ ബുള്ളിങ് വിഷയം, പിന്നീട് അതിൻ്റെ ഇപ്പോൾ ഈ അടുത്തുണ്ടായിരുന്ന ട്രിവാൻഡ്രത്ത് തന്നെ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു വിഷയം, അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ എനിക്ക് ഡയറക്റ്റ് അറിയാം. പക്ഷെ എന്നാലും ഞാൻ അതിലൊരു വീഡിയോ ചെയ്യാതിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലും ഈ പറയുന്ന പോലെ 2 സൈഡുണ്ട്. പോലീസിൻ്റെ വേർഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് എനിക്ക് ഈ പറയുന്ന ബിനോയുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് കിട്ടിയിട്ടുള്ളതൊക്കെ. അപ്പോൾ ആക്ച്വലി എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനെ വെച്ചും ചെയ്യാമായിരുന്നു. അപ്പോൾ ഞാൻ പഠിച്ചൊരു പാഠം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയൊരു പാഠം എന്ന് പറയുന്നത്, ഇത് മുമ്പ് എനിക്കറിയാമായിരുന്നു. പക്ഷെ നമുക്ക് ഒരു അബദ്ധങ്ങൾ പറ്റുമ്പോഴാണല്ലോ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. നമുക്ക് കാര്യങ്ങൾ എല്ലാത്തിനെയും കുറിച്ച് കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ചെയ്യേണ്ടത്. പിന്നെ ഈ വോയിസ് ക്ലിപ്പ് സംഭവങ്ങളുണ്ടല്ലോ, അതിൽ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാണ്. നിങ്ങൾ എടുത്തു നോക്കിക്കോ, ഇതെല്ലാം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കണ്ടന്റ് ആൻഡ് മണി മേക്കിംഗ്, അത് ഓക്കെ. ഇപ്പോൾ അതേ ചോദ്യം എന്നോട് ചോദിക്കാം. 2 പറയുന്നത്, ഇവർക്കുള്ളിൽ കുറേ ഗ്യാങ്ങുകളുണ്ട്. അപ്പോൾ ഒരു ഗ്യാങ് വലുതായി വരുമ്പോൾ, അതായത് യൂട്യൂബ് സർക്കിളിൽ തന്നെ പല ഗ്യാങ്ങുകൾ, സംഭവങ്ങൾ, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിലൊരു ടീം വലുതായി വരുമ്പോൾ അതിനെ തളർത്താനായിട്ട് ഇപ്പുറത്തെ ടീമിൻ്റെ കയ്യിലും അപ്പുറത്തെ ടീമിൻ്റെ കയ്യിലുമുള്ള സാധനങ്ങളെല്ലാം പുറത്തു വിട്ടുകൊണ്ടുള്ള ഒരുമാതിരി ചീപ്പ് പരിപാടികളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എനിക്ക് തോന്നുന്നു അവരെ കുറ്റം പറയാൻ പറ്റില്ല. വെൻ ദർ ഇസ് എ ഡിമാൻഡ് ദർ ഇസ് എ സപ്ലൈ എന്നുള്ളത് പോലെയാണ്. കാരണം കമൻറ്റ് സെക്ഷൻസ് എടുത്ത് നോക്കിയാൽ മതി, അത് കാണാനും ഈ പറയുന്ന പോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ കിടന്ന് ആർമാദിക്കാനും ഒരുപാട് പേരുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള കണ്ടൻസ് വരും. എനിവേയ്സ്, എനിക്കൊന്നേ പറയാനുള്ളൂ, ഞാനും മാറിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളും മാറുക. നമ്മൾ ആരെയും അങ്ങനെ എന്താ പറയുക, ഒരുപാട് ഇപ്പം ഹെൽത്തി ആയിട്ടുള്ള ക്രിറ്റിസിസം ഒക്കെ നല്ലതാണ്, ക്രിട്ടിസൈസിങ്ങും നല്ലതാണ്. പക്ഷെ അതൊക്കെ ഒരുമാതിരി എന്താ പറയുക, ഒരാളെ അങ്ങ് ഇല്ലാതാക്കുന്ന ലെവലിലേക്കൊന്നും പോവാതിരിക്കുക. അവരെ ഹേർട്ട് ചെയ്യുന്ന സ്വാഭാവികമായിട്ടും എന്തൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ നമ്മൾ ഭയങ്കര കാവ്യാത്മകമായിട്ട് ഒരാൾക്ക് കളിയാക്കിയാൽ പോലും അത് ചിലപ്പോൾ ഒരാൾക്ക് വിഷമം ഉണ്ടാക്കാവുന്ന ഒരു സാധനം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ നമുക്കത് പറയാതിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ഒരിക്കലും ഇല്ല. മീഡിയ റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളുള്ളപ്പോൾ സ്വാഭാവികമായിട്ട് അത് ഉണ്ടാവും. പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ ഇൻഫ്ലുവൻസേഴ്സായിട്ടും കണ്ടന്റ് ക്രിയേറ്റേഴ്സായിട്ടും വരുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു സിമ്പിൾ പോളിസി, നമ്മളെ എന്ത് പറഞ്ഞാലും നമ്മളെപ്പറ്റി നമുക്ക് തന്നെയുള്ളൊരു വിശ്വാസം, നമ്മളെക്കുറിച്ച് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ബ്രേക്ക് ചെയ്യാതിരിക്കുക. സ്വാഭാവികമായിട്ടും നിങ്ങൾ എത്ര നല്ല കണ്ടന്റ് ചെയ്താലും എത്ര മോശം കണ്ടന്റ് ചെയ്താലും നിങ്ങളെക്കുറിച്ച് നല്ലതും ചീത്തയും പറയാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ എന്ന് ഞാൻ പറയില്ല, പക്ഷേ അത് കേൾക്കാനുള്ളൊരു ധൈര്യവും ഗട്ട്സും ഉള്ളവർ മാത്രമേ ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചാൽ മതി എന്നുള്ളൊരു സജഷനിലൂടെ ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇപ്പോഴത്തെ ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾ മറക്കരുത്. പിന്നെ ഏതോ ഒരു വീഡിയോയിൽ ആരോ പറയുന്നുണ്ട്, ഞാൻ വീഡിയോസ് ചെയ്ത് കോടികൾ കാശങ്ങ് മോണിറ്റൈസ്ഡ് ആയിട്ട് അങ്ങ് മറിച്ചോണ്ടിരിക്കുക. എൻ്റെ അക്കൗണ്ട് ഒന്ന് ആദ്യം മോണിറ്റൈസ്ഡ് ആവട്ടെ, എന്നിട്ട് പോരെ ബാക്കി കാര്യങ്ങളെല്ലാം. അതുപോലും ഇല്ല. എന്നോടോ ബാല? ഓക്കെ, എനിവേസ് ഐ എം സോ ഹാപ്പി.
കുറേ നാളിന് ശേഷമാണ് വീഡിയോ വന്നത്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് ചിൽ കുപ്പിച്ചില്ലായിട്ട് എല്ലാവരും ഇരിക്കൂ എന്നും കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആൻഡ് അപ്പൻ ഈസ് സൈനിങ് ഓഫ്.